Hola. Hi. Akasha, India. Nice house. Welcome. Yeah, come on. Vas a tener una habitación preciosa. Ya lo verás. Aquí se está comodísimo. Además, una cosa, tienes una luz con un sol tan maravilloso. Yes. Hello, ma'am. There's a box. Carton box under the bed. Is it yours? No, might be belongs to the previous tenant. Just leave it there. Don't worry. ഹായ് മമ്മി, സേഫ് ആയിട്ട് എത്തി. റൂമിൽ ഇപ്പൊ എത്തിയുള്ളൂ. എല്ലാം വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്. മമ്മി ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. കാര്യം എന്താന്ന് വെച്ചാ ഇതിനു മുൻപ് ഇവിടെ താമസിച്ചിരുന്നവര് ഒരു കാർട്ടൺ ബോക്സ് ഇവിടെ വെച്ചിട്ട് പോയി. അവര് മറന്നതാണോ അതോ വേണ്ടാതെ കളഞ്ഞതാണോ ഒന്നും അറിയില്ല. ഇതിനുള്ളിൽ എന്താണ്? അവർക്കിത് വേണ്ടേ? നമുക്കിത് യൂസ് ആവോ? പെട്ടെന്ന് ഇത് തുറന്ന് നോക്കിയാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. ആണോ അതോ പെണ്ണോ? പെണ്ണ് തന്നെ. ഭംഗിയുണ്ട്. പേരെന്താ? ഓ, പേര് ഗോമതി. പേരും ഫോട്ടോയും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഗോമതി, നിന്റെ സ്വർണ്ണ പെട്ടിക്കകത്ത് എന്താ ഉള്ളത്? ഡയറി. ഈ ഡയറി നിന്റേതാണോ? പേഴ്സണലാ? ആരും വായിക്കാൻ പാടില്ലേ? എന്നാ ഇപ്പൊ തന്നെ വായിക്കാം. എന്താ തടയാൻ പറ്റുമോ? അച്ഛൻ്റെ സമ്മതവും വാങ്ങി സംഗീതം പഠിക്കാനായി ഇവിടേക്ക് വന്നത് വലിയൊരു അച്ചീവ്മെൻ്റായി എനിക്ക് തോന്നുന്നു. എനിക്ക് യൂറോപ്പ് വളരെ ഇഷ്ടമായി. 4th Avenue 594 എൻ്റെ റൂം. റൈറ്റ് സൈഡിലെ ബാൽക്കണി വ്യൂ വളരെ മനോഹരമാണ്. Really? I want to see. Wow! My God! Superb! Really beautiful. വന്നപ്പോഴേ അമ്മയ്ക്ക് ഫോൺ ചെയ്തു. ആ മോളെ, നീ സുഖമായിട്ട് എത്തിയില്ലേ? ആ എത്തി അമ്മേ. അവിടെ നല്ല വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമെന്നാ പറയുന്നത്. അത് വാങ്ങി വല്ലതും ഉണ്ടാക്കി കഴിക്ക്. ഹോട്ടലിൽ നിന്ന് ഒന്നും കഴിക്കരുത്, വയറ് ചീത്തയാവും. അവിടുത്തെ ആ പിസ്സയും ബർഗറും ഒന്നും മോളെ ഫിഡൽ നോക്കണേ. ആ ക്യാബിൻ ബാഗേജിലാണോ അതോ ലഗേജിലാണോ കൊണ്ടുപോയത്? സ്ക്രാച്ച് ഒന്നും വീട്ടല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല അച്ഛാ. കയ്യിലെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നത്. ആ നല്ലോണം നോക്കണം. മുത്തച്ഛന്റെ കാലത്തെയാ. ആദ്യം മുത്തച്ഛനും പിന്നെ അച്ഛനും ഞാനും. നാളെ നീയും കച്ചേരി നടത്തേണ്ടത് അതിലാ. അത് നമുക്ക് ലക്ഷ്മി സരസ്വതിയും ഒക്കെയാ. വിളക്കിലെ തിരി കെട്ടെന്നാ തോന്നുന്നു. ഒരു മിനിറ്റ് മോളെ. സർവമംഗളമംഗല്യേ ശിവേ. ആ മോളെ, അങ്ങനെ പറയും. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട മോളെ. ഈ ഫിഡൽ വാദ്യം കേട്ട് മടുത്തു മോളെ. എന്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അവിടുന്ന് നിന്നെ പ്രസവിക്കുന്നത് വരെ എന്തിന് ഹോസ്പിറ്റലില് പോലും ഇങ്ങനെ വായനയായിരുന്നു. മോൾ അതൊക്കെ വിട്ട് വേറെ നല്ല ഇൻസ്ട്രുമെന്റ് പഠിക്ക്. അതല്ലാതെ വേറെ എന്തായാലും കുഴപ്പമില്ല. ഇന്ന് കോളേജിൽ എൻ്റെ ആദ്യ ദിവസമാണ്. അച്ഛൻ തന്ന വയലിനുമായി ഞാൻ സന്തോഷത്തോടെ കോളേജിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ നടു റോഡിൽ വെച്ച് അവനെ കാണുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ നടന്നത്.
ടേക്ക് കെയർ. മരിച്ചുപോയ എന്റെ മുത്തശ്ശന്റെ വയലിനെ തകർന്ന് തരിപ്പണമായത്. ഇക്കാര്യം ഞാൻ എന്റെ അച്ഛനോട് എങ്ങനെ പറയാ? ഓയ്, ആ റൂമിൽ പുതിയതായിട്ട് വന്നത് നീയാ? അതെ. ഉഹും. പേരോ? ആകാശ. സഞ്ജു. എനിക്കറിയില്ലെന്നാ വിചാരം. ഞാൻ ആ റൂമിലാ താമസിക്കുന്ന ഇവനെങ്ങനെ മനസ്സിലായി? മുൻപ് ആ റൂമിൽ താമസിച്ച പെൺകുട്ടി അവൻ അറിയാത്ത പോലെയല്ലേ? ഇവനെ കണ്ടിട്ട് ആളത്ര റെഡിയാണെന്ന് തോന്നുന്നില്ല. ആ പെണ്ണിന്റെ ഡയറിയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നുണ്ട്. ആളെ പിടികിട്ടി. ഡയറി ഇപ്പൊ തന്നെ നോക്കിയേക്കാം. അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം. Excuse me. Yes. New joining, Miss Komli Shankar Barnam. I want to meet Mr. Brahma. Which Brahma? Fiddle Little Brahma. Brahma? Go inside, he's playing. സ്റ്റോപ്പ്. ഗ്രാൻഡ് ഡോട്ടർ ഓഫ് വൈദ്യനാഥ ശങ്കരാഭരണം, ഡോട്ടർ ഓഫ് PKV ശങ്കരാഭരണം, ഗോമതി ശങ്കരാഭരണം. അനുഗ്രഹിക്കണം ഗുരുജി. കുറച്ചു നേരം കൂടി അങ്ങനെ ഇരിക്കുമോളെ. ലുക്ക്, ഓൾ യുവർ വെസ്റ്റേൺ പീപ്പിൾ ഷുഡ് ലേൺ ദിസ്. ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി. ഈ ഒരു ടച്ചിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു മോളെ. ഇവരൊക്കെ ഇതിന് പറയുന്നത് ഫിസിക്കൽ ഹറാസ്മെന്റ് എന്നൊക്കെയാ. ഈ മുമ്പിലിരിക്കുന്നവളെ കംപ്ലൈന്റ് വരെ കൊടുത്തു. ലേൺ ദിസ്. മ്യൂസിക് സ്റ്റാർട്ട് ഫ്രം ദി ഫീറ്റ് ഓഫ് ദി ടീച്ചർ. യു നോ, യു ഷുഡ് നോ ഇറ്റ്. യു മോളെ, എത്രയോ മഹാന്മാരായ സംഗീതജ്ഞർക്ക് സംഗീതം പറഞ്ഞു കൊടുത്ത മഹാനായ മുത്തശ്ശന്റെ ആ അമൂല്യമായ ഫിഡൽ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഒന്ന് കാണാൻ അനുവദിക്കും മോളെ. ഐ വാണ്ട് ടു ടച്ച് ഇറ്റ്. ഐ വാണ്ട് ടു ഫീൽ ഇറ്റ് മോളെ. ആ ഫിഡൽ ഇനി ഒരിക്കലും കാണാനൊക്കില്ല. എന്തു പറ്റി മോളെ? അത് പോയി. എവിടേക്കാ? എവിടേക്കും അല്ല ഗുരുജി, പൊട്ടിപ്പോയി. പൊട്ടിന്നോ? എങ്ങനെ? എന്ത് പ്രശ്നമുണ്ടായാലും മോളുടെ അച്ഛൻ ഒരിക്കലും തറിയരുത്. നമുക്ക് ഫിഡൽ മാത്രമല്ല അച്ഛനും കൂടി ഇല്ലാതാകും. അതെ ഗുരുജി. അതിരിക്കട്ടെ, നിന്റെ ഫിഡൽ പൊട്ടിച്ചതാ സഞ്ജു തന്നെയല്ലേ? സഞ്ജു ആരാ? ഒരു അലവലാതിയാ. കോലൻ മുടിയൊക്കെ വെച്ച് അധികം പൊക്കമില്ലാത്ത എന്നാൽ പൊക്കം കുറവില്ലാത്ത ഒരു മീഡിയം ഹൈറ്റില്. പണ്ട് 6 പാക്ക് ആയിട്ട് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്ന ഒരുത്തനല്ലേ? അതെ ഗുരുജി, അവൻ തന്നെയാ അത്. എനിക്കറിയായിരുന്നു. അവനും അവന്റെ കൊരങ്ങ് ഗ്യാങ്ങും. സാക്ഷാൽ ദൈവത്തിനോടൊന്ന് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും: ആ ഇഡിയറ്റിനെ എന്തിനാ ജനിപ്പിച്ചതെന്ന്. സംഗീതത്തെ ബാധിക്കുന്ന ഫംഗസാ മോളെ അവൻ. അവന്റെ ഒരു പാട്ട് ബാൻഡും പാടാൻ കുറെ കഴുത ഗ്രൂപ്പും. അവരെവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പോയി നിന്റെ ഫിഡൽ വാങ്ങിക്കൊണ്ടുവാ. വാങ്ങിക്കാതെ എങ്ങാനും വന്നാൽ ചീകി 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 നിന്നെ ചിന്തരിടും ഞാൻ. ഗോ. താങ്ക് യു വെരി മച്ച്. കുട്ടി മലയാളിയാ? ഓ, അയ്യോ, ഇവളൊരു ഊമപ്പെണ്ണാണല്ലോ, പാവം. അയ്യോ ഇല്ലില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, സംസാരിക്കൂല്ലേ? പിന്നെ സൗണ്ട് കട്ട് ചെയ്തുകൊണ്ടുള്ള ഈ ആക്ഷൻ എന്തിനായിരുന്നു? ഇന്നലെ അവിടെ വെച്ച് ആ സംഭവം ഉണ്ടാവുമ്പോ നിങ്ങളൊരു ഫിഡൽ പൊട്ടിച്ചില്ലേ, അതെന്റെ അപ്പൂപ്പന്റെയാ. ഞാൻ എപ്പോഴാ ഫിഡല് പൊട്ടിച്ചത്? ഇന്നലെ ഒരു സായിപ്പിനെ ഓടിച്ചിട്ട് തല്ലിയിട്ട് അയാളുടെ തല പൊട്ടിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോഴൊരു വുഡിന്റെ സൗണ്ട് കേട്ടില്ലേ? ആ വുഡ് എന്റേതായിരുന്നു. അത് വെറും ഒരു വുഡല്ലായിരുന്നു, ഞങ്ങളുടെ ഫാമിലി ഫുഡാ. ഓ, ഐ ആം സോറി. പോയത് തിരിച്ചു കിട്ടില്ലല്ലോ. ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചു തരട്ടെ? ഓ, താങ്ക് യു സർ. യു ആർ വെൽക്കം മാം.
ഞാൻ കേട്ടതുപോലെ ബാഡ് അല്ലല്ലോ നിങ്ങള്. വളരെ പൊളൈറ്റ് ആയിട്ടാ എനിക്ക് തോന്നുന്നത്. എന്റെ ഗുരുജിയാ പറഞ്ഞത്. ഞങ്ങളുടെ പ്രൊഫസർ ഫിഡൽ ബ്രഹ്മ. എന്തുട്ടാ മോളെ നിന്റെ പേര്? ഗൗമതി. നീ എന്തുട്ടിന് ഇങ്ങോട്ട് വന്നാവോ? സംഗീതം പഠിക്കാൻ വേണ്ടിയാ. ആ മണ്ടച്ചാരി നിന്നെ എന്ത് പഠിപ്പിക്കാനാ? 6 ബോറൻ. ഞങ്ങളുടെ ഗുരുജിയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത്. എന്റെ ഫിഡൽ തിരിച്ചു തരൂ. തരാനിരുന്നതാ, പക്ഷെ അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനി നോ ചാൻസ്. ഞാൻ എന്റെ ഗുരുജിയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ഏയ്, നീ ഞങ്ങളുടെ എനിമിയാ? അയ്യോ അങ്ങനൊന്നുമില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്. പറയൂ. നീ മ്യൂസിക് കോളേജിന്റെ മതിലിൽ കയറിയെന്ന് ഫിഡൽ ബ്രഹ്മ ഇന്റർനാഷണൽ വേസ്റ്റ് ആണ്, ആൾക്ക് മ്യൂസിക്കേ അറിയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ 5 ഫിഡൽ ഞാൻ വാങ്ങിച്ചു. ഈശ്വരാ, ഒച്ച താഴ്ത്തി പറഞ്ഞ ഒരെണ്ണം വാങ്ങി തരൂ. അയാളുടെ ചെവിയിൽ പറഞ്ഞ റെഡി. അയ്യോ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നീ ഇപ്പൊ ഇവിടുന്ന് പോണം. ഞാൻ 3 വരെ എണ്ണും. അതിനുള്ളിൽ പോയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. 1 then 2 3. നോക്കി നിൽക്കാതെ യൂറോ എടുക്കണം. ഹായ്, What are you doing here? ഇവിടുത്തെ ഗിറ്റാർ പ്ലെയർ ആണ് ഞാൻ. നിന്റെ ബാൻഡ് എവിടെ? ബാൻഡ് എവിടെയെന്ന് വെച്ചാ? നിന്റെ ഗ്യാങ് എവിടെയാണെന്ന്? എനിക്ക് ഗ്യാങ് ഉള്ള കാര്യം താൻ എങ്ങനെ അറിഞ്ഞു? സൈക്കോളജി സ്റ്റുഡന്റ് ആണ് ഞാൻ. 2 സെക്കൻഡ് സ്കാൻ ചെയ്താൽ നിന്നെ കുറിച്ചുള്ള 100 പ്രിന്റ് ഔട്ട്സ് കിട്ടും എനിക്ക്. ഓ, ഇത്രയ്ക്ക് കിടിലാണോ സൈക്കോളജി? എല്ലാം അറിയാൻ പറ്റുമോ? ഏയ്, എല്ലാവർക്കും അറിയില്ല. എന്നെ പോലെയുള്ള ഗിഫ്റ്റഡ് പേഴ്സണാലിറ്റീസിന് അറിയാൻ പറ്റും. അതെ, എന്നെ പറ്റി എന്തെല്ലാം അറിയാം? ഒന്ന് പറഞ്ഞേ. ഞാൻ വെള്ളം അടിക്കോ ഇല്ലയോ? ഞാൻ സാഡിസ്റ്റ് ആണോ അല്ലയോ? എന്റെ പ്രൊഫഷൻ എന്താ? എനിക്ക് മ്യൂസിക് അറിയാവോ? അതോ ചുമ്മാ ഗിറ്റാർ നോക്കി നടക്കുവാണോ? പറയേ, എന്റെ CD പ്ലേ. സൈക്കോളജി എന്ന് വെച്ചാൽ നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതല്ല, അറിയാത്ത കാര്യങ്ങൾ പറയുന്നതാ. നിന്റെ ടൈം ഏതായാലും കൊള്ളാം. ഞാൻ അത്ര ഡീപ്പായിട്ട് നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ പോകുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയനെ. നിനക്ക് എന്തിനാ ഇത്രയ്ക്ക് ധൃതി? ഡയറി കംപ്ലീറ്റ് വായിച്ചിട്ട് പോരായിരുന്നു. അലവലാദികളെ, കൊരങ്ങന്മാരെ, വൃത്തികെട്ട എന്റെ ശിഷ്യയെ കണ്ടിട്ട് കിടുകിടുകിടാന്ന് പറയുന്നതിന് പകരം ഇൻസൾട്ട് ചെയ്തില്ലടാ. പോക്കൃത്തരമല്ലടാ കാണിച്ചേ. തലയ്ക്ക് വെളിവില്ലാന്ന് കരുതി തീക്കട്ട എടുത്ത് വിഴുങ്ങോടാ നീയൊക്കെ. ഒരു തൊക്കട ഫിഡലിന് വേണ്ടി വെറുതെ എങ്ങനെ കിടന്ന് കുരക്കല്ലേ? ആരുടെയാടാ തൊക്കട ഫിഡൽ? എന്റെ തൊക്കട ഫിഡൽ ആണെങ്കിൽ നിന്റെ കയ്യിലുള്ള എന്താടാ? ഈ ഓടങ്കൊല്ലി ഗിത്താർ എന്താ? ആ ഡ്രംസ് എന്താ? ഈ തല്ലിപ്പൊളി കീബോർഡ് എന്താ? ഞാൻ പറയടാ, ഭ്രാന്ത് പിടിപ്പിക്കുന്ന കോപ്രായങ്ങൾ. ഇതേ കുറിച്ചൊക്കെ പറയാൻ താൻ ആരാ? എന്താ എന്താ ഞാൻ ആരാന്നോ? പാശ്ചാത്യ സംഗീതം എന്ന ഇരുട്ടിൽ ഒളിച്ചു നിന്ന നമ്മുടെ പൈതൃക ശുദ്ധ സംഗീതം എന്ന വെളിച്ചത്തെ ഈ 2 കൈ കൊണ്ടും ഏറ്റുവാങ്ങി ഇങ്ങനെ 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 യൂറോപ്പ് വരെ കൊണ്ടുവന്നവനാ ഞാൻ. നിനക്കത് ഊതിക്കെടുത്താൻ പറ്റുവോടാ? അവൻ ഊതി കണ്ടില്ലേ? ഇങ്ങനാണെങ്കിൽ ഒരു കാലത്ത് അവൻ കൂടെ പിടിക്കത്തില്ല. നിന്നെയൊക്കെ കണ്ടിട്ട് സംഗീത ദേവത കരഞ്ഞോണ്ട് ഇറങ്ങി പോകുമ്പോ പല പ്രാവശ്യം ആ കാലി വീണ് നിനക്കൊക്കെ വേണ്ടി ഞാൻ കെഞ്ചിട്ടുണ്ടാ. ഇനി എത്ര പ്രാവശ്യം ഞാൻ കെഞ്ചിട്ട് വരുമോ എന്തോ. ഏയ്, ഡാമേജ് ആയ സ്പീക്കർ അലർന്ന പോലെ തന്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് തനിക്ക് മ്യൂസിക് അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. എനിക്ക് മ്യൂസിക് അറിയില്ലെന്ന് പറയുന്നോടാ. സംഗീതമേ ഞാൻ തന്നെയാ. ഐ ആം ദ മ്യൂസിക് ഐ ആം. ഓ ശരി, താനാണോ ഞങ്ങളാണോ വലുതെന്ന് നോക്കാം. സ്ട്രിങ് പൊട്ടാതെ നോക്കിക്കോണം. ക്ലാസിക്കോ വെസ്റ്റേണോ എന്ന് ഞങ്ങൾ ഇന്ന് തെളിയിച്ച് തരണോ? റെഡി? മഹാപ്രഭു ക്ഷമിച്ചാലും അങ്ങാണ് ജയിച്ചത്. അങ്ങ് എവിടെയാണ്, ഞങ്ങൾ എവിടെയാണ്? നീയൊക്കെ ഇവിടെയും ഞാൻ അങ്ങ് സമുദ്രത്തോളവും. എന്നെ പറ്റി നീയൊക്കെ എന്താടാ കരുതിയത്? 5 മിനിറ്റ് കൊണ്ട് നിന്നെയൊക്കെ കിടുകിട ഉറപ്പിച്ചില്ലേ? ഞാൻ കുറച്ചുകൂടി ഫോമിലായിരുന്നെങ്കിൽ എന്റെ സംഗീത സുനാമിയിൽ നീയൊക്കെ ഒലിച്ചു പോയേനെ. വാച്ച് ഔട്ട്. തെറ്റുപറ്റി ഗുരുജി. ഐ ആം റിയലി സോറി. എന്തോന്ന് സോറി? ഇത്രയും വലിയൊരു മഹാനുഭാവന്റെ അടുത്ത് സോറി പറയാനുള്ള യോഗ്യത പോലും നിനക്കൊന്നില്ലടാ. സോറി പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ യു ഗോ ടു ഹർ, ടേക്ക് ഹർ ഹാൻഡ്, പുട്ട് ഫിഡൽ ഓൺ ഹർ ഹാൻഡ് ആൻഡ് സേ സോറി. ഗോ.
നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. എന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് താങ്ക്സ്. എന്താ? ഒരു സുന്ദരിയായി നീ എന്തിനാ ജനിച്ചത്? ഏതോ ഒരു നാട്ടിൽ ജനിച്ചിട്ടും ഞാനുള്ള ഈ നാട്ടിലേക്ക് നീ എന്തിനാ വന്നത്? എത്രയോ അധികം ആളുകളുണ്ടായിട്ടും നീ എന്തിനാ എന്നെ തന്നെ മീറ്റ് ചെയ്തത്? അതെ, രാത്രി എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്തോട്ടെ. എത്രയാ നമ്പർ? ആ, പെട്ടെന്നെങ്ങാനും എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് മതിലും ചാടി വരണ്ടേ? അഡ്രസ് എങ്ങനെയാണ്? അമ്മോ, ഇവൻ സാധാരണ പുള്ളിയൊന്നുമല്ല. ഇത്രയും പുകഴ്ത്തിയാൽ ഏത് പെണ്ണാ വീണു പോവാത്തത്? എന്തായാലും തോറ്റു കൊടുത്തത് ഇവൾക്ക് വേണ്ടിയാണെന്നൊന്നും പറഞ്ഞു കളഞ്ഞില്ലല്ലോ. ഞാൻ തോറ്റു കൊടുത്തത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാവോ നിനക്ക്? അമ്മോ, ഇവൻ ആള് വിചാരിക്കുന്ന പോലൊന്നുമല്ല, കാഞ്ഞ ബുദ്ധിയാ. എന്റെ മനസ്സിലിപ്പോൾ സഞ്ജു മാത്രമാണ്. എനിക്ക് അവനെ കാണണം എന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന എന്റെ ആഗ്രഹം. ഗോമതി, മനസ്സിന്റെ കൺട്രോൾ പോയാൽ കോൺസെൻട്രേഷൻ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂഷൻ ഒന്നുമില്ല ഗുരുജി. എന്റെ കോൺസെൻട്രേഷൻ ഗിറ്റാറിലായിരുന്നു. എന്ത്? എനിക്ക് ഗിറ്റാർ പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. ഗിറ്റാർ പഠിക്കണമെന്നുണ്ടെന്നോ? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. മംഗളകരമായ ഫിഡിലിനെ ഉപേക്ഷിച്ച് വൃത്തികെട്ട ഗിറ്റാർ പഠിക്കാൻ പോണെന്നോ? നീ ആരാണ്, ഏത് കുടുംബത്തിലാ ജനിച്ചതെന്ന് വല്ല ചിന്തയുണ്ടോ? ശങ്കരാഭരണം ഫാമിലിയാ നിന്റേത്. നിന്നെ കുറിച്ച് എനിക്ക് എന്ത് പ്രതീക്ഷയാണെന്നറിയോ? വെസ്റ്റേൺ മ്യൂസിക്കിനെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി ഞാൻ കുലയ്ക്കാൻ പോകുന്ന വില്ലിലെ മിസൈലാണ് നീ. ജീവൻ പോയാലും ഞാനത് സമ്മതിക്കില്ല. ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ആ സഞ്ജുവിന്റെ അടുത്തെങ്ങാനും പോയാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. പറഞ്ഞോർമ്മണ്ടല്ലോ. വാ, കാട്ടിനുള്ളിൽ പോയിരുന്നു സംസാരിക്കാം. ആൺപിള്ളേര് ബീച്ച് കാട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചാ പോകരുതെന്നാ പറഞ്ഞിട്ടുള്ളത് എന്റെ അമ്മ. ആഹാ, പിന്നെ എന്റെ അമ്മ വിളിച്ചോണ്ടോ പറഞ്ഞിട്ടുണ്ടോ? അവിടെ വേറെ ഒന്നും നടക്കില്ല. നിനക്ക് മാത്രമല്ലല്ലോ ഒരു അമ്മ. വാ ഗോമതി, ഞാൻ ഒത്തിരി പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടതുപോലെ വേറെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. കറങ്ങിയിട്ടുണ്ടല്ലേ? ഒത്തിരി പെൺകുട്ടികളുമായി കറങ്ങിയിട്ടുണ്ടല്ലേ? മോശമായിട്ടൊന്നും ചിന്തിക്കണ്ട. ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോ പലരുടെയും കൂടെ കറങ്ങാറില്ലേ നമ്മള്? നീയും അങ്ങനെ കറങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഗോമതി, ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. ഹൈറ്റും വെയിറ്റും എല്ലാം മാച്ചാണ്. രണ്ടുപേരും മ്യൂസിക്, പോരെങ്കിൽ യൂറോപ്പിൽ. നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാം. എനിക്ക് ലവിലൊന്നും വിശ്വാസമില്ല. എനിക്കും അത്. അതുകൊണ്ടാ നിന്റെ ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ടത്. സൗന്ദര്യം കണ്ടല്ല. എന്താ, ഞാൻ സുന്ദരിയല്ലേ? അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. എന്റെ സൗന്ദര്യത്തെക്കാളും ക്യാരക്ടർ സൂപ്പർ അല്ലേ? 100%. എന്താ എന്റെ ക്യാരക്ടർ? നീ ഒറ്റയ്ക്കിരിക്കുമ്പോ ഒരാളും നിന്നെ നോക്കുന്നില്ല എന്നറിയുമ്പോ തോന്നുന്നത് എന്താണോ അതാണ് നിന്റെ ക്യാരക്ടർ. അത് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. ഓഹോ, അപ്പൊ നിന്റെ ക്യാരക്ടർ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നീ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? എല്ലാം അങ്ങ് തുറന്നു പറയണം. ഗസ് ചെയ്തു. ചിലപ്പോ തുണിയില്ലാതെ നടക്കുമായിരിക്കോ, ബ്ലൂ ഫിലിം കാണുമായിരിക്കോ, ആർക്കറിയാം? ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അന്യൻ ക്യാരക്ടർ പുറത്തിറങ്ങുന്നത്. ആ ക്യാരക്ടർ മനസ്സിലാക്കിയാൽ നമ്മൾ ആരാണ് നമുക്കറിയാൻ പറ്റും. നമ്മളോട് ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എന്തേലും തെറ്റ് ചെയ്തോ? അത് തന്നെ ഞാനും പറഞ്ഞത്. ഒന്നും നടന്നില്ല, എല്ലാം വെറും ഗോസിപ്പുകളാ. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരെ വിളിച്ച് ദയവായിട്ടൊന്ന് വരണം പ്ലീസ്. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുക. ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. രാത്രിയിലുള്ള ഭക്ഷണം കഴിച്ചു, പിന്നെ ഹാഫ് സാരി മാറ്റി നൈറ്റ് ഡ്രസ് ഇട്ടു. പിന്നെ വേറെന്തൊക്കെയാ ചെയ്തേ? എന്റെ ക്യാരക്ടർ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ അവനെങ്ങനെ മനസ്സിലായി? ഹലോ. ഹലോ സഞ്ജു. ഹായ്. നീ തനിച്ചാണോ താമസിക്കുന്നത്? അതെ.
ഇപ്പൊ എന്ത് ചെയ്യുവാ? ഞാൻ വാതിൽ ഓർക്കാണ്. എവിടെ? നിന്റെ വീടിന്റെ. ഉം? ഹായ്. അയ്യോ, എന്താ സഞ്ജു ഇത്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഷർട്ടൊക്കെ അഴിക്കുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സഞ്ജു ഞങ്ങളുടെ ആളാ? ഏ? ബ്രാഹ്മിൻസാ? ബാപ്പനീസ്. ബാപ്പനീസ് എന്ന് വെച്ചാ എന്താ? ജാപ്പനീസാ? കൺവേർട്ടഡ് ബ്രാഹ്മിൻസ്. ബാപ്പനീസ്. ബ്രാഹ്മിൻസിന് കൺവേർഷൻ ഉണ്ടോ? എന്താ എല്ലാവർക്കും ആകുമെങ്കിൽ ബ്രാഹ്മിൻസിനും ആയിക്കൂടെ? അല്ല, തനിക്ക് എന്തിനാ ഇത്രയ്ക്ക് കാസ്റ്റ് ഫീലിങ്സ്? എന്റെ അമ്മോ. ഫ്യൂച്ചറിൽ ഒരു കോംപ്ലിക്കേഷൻ അതിന് ഒഴിവാക്കാൻ. ഫ്യൂച്ചറിൽ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നു ഗോമതി? ഗോമതി, ഐ ലവ് യു. പ്ലീസ് സഞ്ജു, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ പറഞ്ഞത്? നീ എന്താ പറയുന്നത്? ഞാൻ ഐ ലവ് യു എന്നാ പറഞ്ഞത്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാ നീ എന്നെ എന്തേലും ചെയ്യൂ? ഞാൻ എന്തെങ്കിലും ചെയ്യാതെ പോയാൽ താനാകെ വിഷമിക്കുമെന്ന് തോന്നുന്നല്ലോ. നീ എന്നെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ ഗോമതി. വേണ്ട സഞ്ജു, ഒരേ ഒരു ഉമ്മ. ഒരു ഉമ്മ കൊണ്ട് നീ നിർത്തില്ല. എന്താ സഞ്ജു, ഒരു ഉമ്മ കൊണ്ട് നിർത്തില്ല എന്ന്. ഓ, അപ്പൊ ഉമ്മ ഓക്കെ ആണല്ലേ? പക്ഷെ നീ നിർത്തില്ലല്ലോ. എന്റെ ആഗ്രഹം അത് തന്നെയാ. വേണ്ട സഞ്ജു. Silence, സഞ്ജു. No. The room, same place, same bed. അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൺപിള്ളേര് കൺവിൻസ് ചെയ്യും. അവൻ ആള് സോഫ്റ്റ് ആണെങ്കിലും എന്റെ സൈക്കോളജി വെച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കത്തിയെടുത്ത് കുത്തിക്കളയും ഞാൻ. ധൈര്യം ഉണ്ടോടാ? ഞാറടി വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. എന്തിനാ നീ എന്നോടന്ന് അതേ റൂം തന്നെയാണോന്ന് ചോദിച്ചത്? വരാനാ? വാടാ. ഒറ്റയ്ക്കാവുമ്പോ എന്റെ ക്യാരക്ടർ എന്താ ഇങ്ങനെ? അത്രയ്ക്ക് വൈൽഡാ? ഹലോ. എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുന്നേ? ഇവിടെ ഇത്രയും പേരുള്ളപ്പോ എങ്ങനെയാ തനിച്ചാവുന്നത്? ഓ, ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യണോ? അങ്ങനെ ആരും വരാനില്ല. സഞ്ജു, എനിക്ക് ഗിറ്റാർ പഠിപ്പിച്ചു നോ. പ്ലീസ് ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? നോ. നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? യാ. ടെൽ മീ സംതിങ്. ലവിനെ കുറിച്ച് കാര്യമായിട്ട് അറിയാവുന്നത് ബോയ്സിനാണോ അതോ ഗേൾസിനാണോ? എന്താ അതിപ്പോ ഇത്ര ചോദിക്കാനുണ്ടോ? ഞങ്ങൾക്ക് അറിയാവുന്നത്. ഹലോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന കോൺസെപ്റ്റ് കണ്ടുപിടിച്ചതേ ഞങ്ങളാണ്. ഫസ്റ്റ് ടൈം കാണുമ്പോഴേ ലവ് തോന്നുന്നത് ഞങ്ങൾക്കാണ്. ഒരു പെൺകുട്ടിയെ കണ്ടാലുടനെ ഒന്നും ആലോചിക്കാതെ ഐ ലവ് യു എന്ന് പറയാറുള്ളതും ഞങ്ങളല്ലേ? ഈ ലോകം ഉണ്ടായ കാലം തൊട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയെ കണ്ടാലുടനെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിക്കേയില്ല. പിന്നെങ്ങനെയാ? അവന്റെ ക്യാരക്ടർ, ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട് ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടിട്ടേ അവള് പറയുള്ളൂ. എന്തിനധികം പറയുന്നേ? നല്ല സൗന്ദര്യമുള്ളൊരു ഹീറോയുടെ 2-3 സിനിമകൾ ഹിറ്റായാലേ ഓട്ടോഗ്രാഫ് പോലും അവള് വാങ്ങുള്ളൂ. അത്രയ്ക്ക് കമേഴ്ഷ്യലാ. ഇതൊക്കെ വെറുതെ എന്നോട് ചോദിച്ച് എന്തിനാ ഇമാതിരി മറുപടി കേൾക്കുന്നത്? എന്താ, തനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഈ പെൺകുട്ടികൾക്ക് മനസ്സിലൊന്നും ഇരിക്കില്ലല്ലോ, അപ്പൊ എഴുതേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചതാ. ഇവനും സൈക്കോളജി പഠിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഗോമതി, നിന്റെ കയ്യിൽ ഗിറ്റാർ ഇരിക്കുന്നത് പോലെ നീ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണ്? ഗുരുജി, അവന്റെ ഗിറ്റാർ നിന്റെ കയ്യിൽ തന്നത് നിന്നെ അവൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാണ്. പഠിപ്പിക്കുക. ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? നിന്റെ ഫാഷൻ മാറിപ്പോയി, ടേസ്റ്റ് മാറിപ്പോയി. നിന്റെ പാരമ്പര്യം മറന്ന് ഫിഡൽ പോലും നീ മാറ്റിക്കളഞ്ഞില്ലേ? ഇനി ഒരു സെക്കൻഡ് കൂടി അവന്റെ കൂടെ ഇരുന്നാൽ ശാസ്ത്രീയ സംഗീതത്തോടൊപ്പം നിന്റെ ജീവിതവും കുഞ്ഞാട്ടയാകും. ഇതെന്ത് പറ്റി? കീറിയ മൊത്തം കീറിക്കളഞ്ഞോടാ. കീറിയല്ലോടാ. നിന്റെ അച്ഛനോട് ഞാൻ എന്ത് സമാനം പറയടി? ഇവിടെ വാ, പാടി. കുറച്ച് ഓവറാവുന്നുണ്ട് താൻ. ഞാൻ ഓവറാവുന്നോ? ആ, ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ?
ഫിഡൽ ബ്രഹ്മാതി ഫിഡൽ. ഏയ്, നിങ്ങൾ ബ്രഹ്മാദി ഫിഡേൽ ആണെങ്കിൽ ഞാൻ സഞ്ജു രംഗൻ. ഓയ്യോ, ഓരോ അവന്മാര് വിചാരിക്കുന്നത് അവന്മാരെല്ലാം വലിയ കോപ്പുകളാണെന്നാ. കാണിച്ചു തരാടാ, നിന്നെ എല്ലാം ഞാൻ കാണിച്ചു തരാടാ. ഹലോ, I can't handle this pressure, sir. എന്തു പറ്റിയടാ? സാറേ, നിങ്ങളുടെ മോള് നിങ്ങളുടെ കൈ വിട്ടുപോയി. ശങ്കരാഭരണവും സാഗര സംഗമവും എല്ലാം കട്ടേപടമായി. സാറിന്റെ ആരോഗ്യത്തെ ഓർത്ത് ആ ഫിഡൽ പൊട്ടിപ്പോയ കാര്യം മാത്രം ഞാനിപ്പോ പറയുന്നില്ല. ഫിഡൽ പൊട്ടിപ്പോയെന്നോ? എങ്ങനെ? ഇവിടെ ഒരു സഞ്ജു എന്ന് പറയുന്നവനുണ്ട്. അവൻ ആ ഫിഡലിലൊന്ന് കൈവച്ചു, ഓം നമ ശിവായ. ഇപ്പൊ മോളുടെ ദേഹത്തും കൈവച്ചിട്ടുണ്ട്, ഓം നമ ശിവായ. ആരാണ് അവൻ? ശരിക്കും അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഗിറ്റാർ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫിഡൽ. വെസ്റ്റേൺ മ്യൂസിക് വന്ന് ശുദ്ധമായ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒന്ന് തട്ടി. തകർന്നു പോയില്ലേ സാർ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്? ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ പൊന്നു സാറേ. അറിഞ്ഞോടി മോളോ വിശേഷങ്ങൾ? എന്റെ ഫിഡൽ അവള് നശിപ്പിച്ചു, നമ്മുടെ പാരമ്പര്യവും നശിപ്പിച്ചു. മുത്തശ്ശനോട് എന്ത് സമാനം പറയും? അത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ പറഞ്ഞാ പോരെ. ഇപ്പൊ മോളുടെ വിശേഷം എന്താന്ന് ചോദിക്കേ. ഓ, നമ്മുടെ മോള് ഓം നമ ശിവായ എന്നാടി പറയുന്നേ. വാലും തലയില്ലാത്തൊരു മണ്ണുണ്ണി കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആയേക്കാം. അങ്ങേര് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? അമ്മ എവിടെ മോളെയാണോ ചീത്ത വിളിക്കുന്നത്? അവൻ നമ്മുടെ മോളോടുള്ള ഉത്തരവാദിത്തം കൊണ്ട് അല്ലിയോടി പറയുന്നേ. പിന്നെ മണ്ണാൻ കേട്ട അങ്ങേരുടെ തലയ്ക്ക് നല്ല സ്ഥിരതയില്ല. ചെയ്തതൊക്കെ അങ്ങ് മറന്നുപോയോ? തഞ്ചാവൂർ കുട്ടപ്പ വൈദ്യനാഥ ഭാഗവതിന് ഗിഫ്റ്റ് തന്ന നിങ്ങളുടെ ഫിഡലും മോഷ്ടിച്ചോണ്ട് നാട് വിട്ടുപോയ ആളല്ലേ? ആ ഫോണിൽ ഞാൻ ആ കിഴങ്ങിനോട് ഞാൻ സംസാരിക്കാം. ചേട്ടാ, സുഖമാണല്ലോ അല്ലേ? ഇത്രയും മര്യാദയൊന്നും വേണ്ട. പെൺമക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത് തള്ളമാര് വളർത്തുന്നത് പോലെയാ. ഫിഡലൊക്കെ മോള് കളഞ്ഞില്ലേ, ഇനി ഗിറ്റാർ എടുത്ത് വെച്ച് ഡിങ് 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 എന്ന് വായിച്ചാ മതി. ഇതാ നിങ്ങളുടെ മോളെ കൊടുക്കാം, എന്താന്ന് വെച്ചാ സംസാരിച്ചോ. സംസാരിക്കും മോളെ. ഏതാ മോളെ ആ പയ്യൻ? സഞ്ജു എന്നാ പേര്. നല്ല പയ്യനാ അമ്മേ. അത്ര നല്ല പയ്യനാണെങ്കിൽ പിന്നെന്താ കുഴപ്പം? അതിരിക്കട്ടെ, അവനവിടെ എന്ത് ചെയ്യുന്നു? അവൻ ഇവിടുത്തെ ഫേമസ് ഗിറ്റാർ പ്ലെയർ ആണമ്മേ. എന്തോ അവൻ ഇവിടുത്തെ ഫേമസ് ഗിത്താർ പ്ലെയറോ? റോഡിൽ തുണി വിരിച്ചിരുന്ന് പാടുന്നതാണോ ഫേമസ്? നീ കുടിച്ചൊന്ന് അവന് കൈകൊട്ടി കൊടുക്കും പോ. മോൾ അങ്ങേരി പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ട. ആ പയ്യന്റെ അഡ്രസ് ഇങ്ങോട്ട് പറഞ്ഞു. അച്ഛൻ പോയി വിവരങ്ങളെല്ലാം അന്വേഷിച്ചോളും. അതെ, ആ പയ്യന്റെ വീട്ടിൽ പോയി സംസാരിക്കും. ഞാൻ എന്ത് സംസാരിക്കാനാ? എന്താ സംസാരിച്ചാല്? സംസാരിക്കില്ലേ? സംസാരിക്കില്ലേന്ന്? എന്ത് ചെയ്യാനാ? വയസ്സായി പോയ ഏതാണുങ്ങളായാലും ഭാര്യയുടെ കയ്യില് സരി. ആരാ നീ? എന്റെ പേര് കൃഷ്ണൻ. ആ. ഗുരുവായൂരാണ് വീട്. ഗെറ്റപ്പും ഗുരുവായൂരും തമ്മിൽ മാച്ച് അല്ലല്ലോ. അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണം. എന്താ വേണ്ടേ? അങ്ങ് സംഗീത സാമ്രാട്ടാണല്ലോ. അങ്ങ് ഫിഡൽ വായിച്ച് വിത്ത് മുളപ്പിച്ചെന്നും മഴ പെയ്യിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയല്ലേ ഗുരുവേ? അതെ, കോമയിൽ കിടന്നിട്ടുള്ളവരെ വരെ ചക്കാന്ന് എഴുപ്പിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങേ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. എന്താ പറ? നാട്ടിലെല്ലാരും എന്നെ മെന്റൽ കൃഷ്ണ എന്നാ വിളിക്കുന്നത് ഗുരുവേ. ലുക്കിലത് തോന്നുന്നില്ലല്ലോ കൃഷ്ണ. അല്ല ഗുരുവേ, അവര് പറഞ്ഞ ശരിയാ. എനിക്ക് ലേശം മെന്റൽ ഉണ്ട്. ഗുരുവിന് അങ്ങനെ തോന്നാത്തതാ. മെന്റലൊക്കെ സിമ്പിളാ. 2 കീർത്തനം വായിച്ച ഡിസ്ക് മൊത്തം ക്ലീൻ ആയി പോകും. താങ്ക്സ് ഗുരുവേ. അങ്ങക്ക് വേണ്ടി ഞാൻ ഗുരുദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും വേണ്ടൂ, അത് കൈ തന്നെ വെച്ചോ. അങ്ങനെ പറയരുത്, അങ്ങ് അത് നിരസിക്കരുത്. നിർബന്ധ എന്നാ തന്നോ. ഇതാണ് ഗുരുവേ ഗിഫ്റ്റ്. ഇത് ഗിഫ്റ്റാ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ശിഷ്യനും ഗുരുവിന് ഇങ്ങനത്തെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ തരുന്നത്. ഈ സൈസ് ഗിഫ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. അങ്ങ് ദയവായി സ്വീകരിച്ചാലും ഞാൻ പിന്നീട് തിരിച്ചെടുത്തോളാം. അതുവരെ ഒന്ന് സൂക്ഷിച്ചോ. ബൈ. തൊട്ട അകത്ത് പോകുന്ന കാല കുഴപ്പത്തിലാക്കല്ലേ കൊച്ചേ. ശങ്കരാഭരണം. എന്താ ഗുരുവേ, വളരെ പ്ലസന്റ് ആണല്ലോ. നിന്നെ പോലുള്ള ശിഷ്യന്മാരുണ്ടായാലും എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിരിക്കില്ലേ? നല്ല മൂഡിലിരിക്കല്ലേ, നമുക്ക് ട്രീറ്റ്മെന്റ് അങ്ങ് ആരംഭിച്ചാലോ? കമാൺ ഡൺ. ഓ രാഘവ മരുകലരു മാനസ സഞ്ചരരേ മാനസ സഞ്ചരരേ. എങ്ങനെയുണ്ടാ? ഈ മെന്റലും സൈക്കോയും തമ്മിൽ എന്താ വ്യത്യാസം? മെന്റൽ എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ സ്മോള്, പക്ഷെ സൈക്കോ എന്ന് പറഞ്ഞാൽ അതിനു മുകളിലാ. ആ ലെവലിലായ വലിയ ബുദ്ധിമുട്ടാ. ഏയ്, എന്താടാ ഇത്? ഏത് സ്വരമാടാ? ഈ സമൂഹം എന്നെ സൈക്കോ എന്ന് മുദ്ര കുത്തിയിരിക്കുക. സൈക്കോ എന്നാ? നിന്നെ മെന്റൽ എന്നല്ലടാ വിളിക്കണ്ടേ? അയ്യോ, കുഴപ്പമായോ?
അതല്ല കൃഷ്ണ, നിന്നെ മെന്റൽ എന്ന് വിളിച്ചില്ലല്ലോ എന്ന്. സമൂഹം എന്നെ സൈക്കോ എന്ന് വിളിക്കുമ്പോ നീ എന്നെ മെന്റൽ എന്ന് വിളിക്കുന്നോടാ. ഇതെന്തിനാടാ? അയ്യോ അയ്യോ അമ്മേ, ഉപദ്രവിക്കലടാ എന്നെ, ഞാൻ ഒരു പാവടാ. ഞാൻ വെട്ടി എടുത്ത് ഉപ്പും മുളകും തേച്ച് എണ്ണയിലിട്ട് പൊരിച്ചിട്ട് കോഴിക്ക് തിന്നാൻ കൊടുക്കണോ? നീ മെന്റലല്ലടാ, സൈക്കോ തന്നെ, എനിക്ക് മനസ്സിലായി. ഗുരു എന്താടാ? എന്നാ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. സോറിടാ, സൈക്കോക്ക് ഇത് പറ്റൂല. പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യൂടാ? പറ്റൂലല്ലേ? അതെനിക്ക് മനസ്സിലായി ഗുരുവേ. ഞാൻ അങ്ങ് ഗുരുവായൂരിന് പോവുക. താങ്ക് യുടാ. അപ്പോ ഞാൻ ഗുരുവിന് അന്ന ഗിഫ്റ്റ് എനിക്ക് തിരിച്ചതാ. നീ തന്ന ഗിഫ്റ്റാ? എന്തേ? അവൾ ആരാണ്ട് കൂടെ പോയി, നീ പോയി കണ്ടുപിടിച്ചോ. അയ്യോ, എന്റെ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചതാടാ. അവള് വല്ലവരുടെയും കൂടെ പോയെന്നോ? അതെ. എന്റെ ഗിഫ്റ്റ് എവിടെയാണെന്ന് പറയണോ? ഞാൻ എന്ത് ചെയ്യാനാടാ? രാത്രി അവൾ ഇവിടെ ഉണ്ടായിരുന്നു, ആർക്കോ മെസ്സേജ് കൊടുക്കുന്നുണ്ടു, രാവിലെ ആരോടെ പോയി. എന്റെ ഗിഫ്റ്റ് എനിക്ക് തന്നാൽ ഞാൻ ഗുരുവായൂരിലേക്ക് പോവും. ഇല്ലെങ്കിൽ ഞാൻ പോകുന്നത് നിന്നെ കൊന്നിട്ട് എല്ലാരും എന്നെ സൈക്കോന്ന് വിളിക്കുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാടാ? പ്ലീസ്. ഞാനെങ്ങനെയാ ഇവിടെ? ഏയ്, എന്തിനാ കരയുന്നേ? ഞാനെങ്ങനെയാ ഇവിടെ എത്തിയത്? ഏയ്, ഈ ഡ്രസ് എങ്ങനെ കീറിയത്? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണ്ട. കള്ളു കുടിച്ചത് നീയാ, എന്നിട്ട് ഈ റൂമിലേക്ക് കയറി വന്നത്. ഫിറ്റായി പോയിന്നും പറഞ്ഞ് ആക്ട് ചെയ്യുകയായിരുന്നു. എന്നിട്ട് മനഃപൂർവ്വം നീ ഇവിടെ വന്ന് കിടന്നല്ലേ? ഞാൻ ഇനി എന്ത് ചെയ്യും? ആകാശം, ഞാനാകെ അടിച്ച് ബോധം പോയ ആ മൂഡില് ചിലപ്പോ ഗോമതിയാണെന്ന് കരുതി വല്ലതും ചെയ്തു പോയിട്ടുണ്ടോ? ഐ ആം സോ സോറി ആകാശം. സോറി പറഞ്ഞ തെറ്റ് ശരിയാവുന്നുണ്ടോ? അതിനു വഴിയുണ്ട്. അതേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്താല് ശരിയാകുമെന്നാ. ചെയ്യാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ തെറ്റ് ചെയ്തെന്ന് എനിക്ക് ഉറപ്പല്ലേ? എന്നാ ഇപ്പൊ ശരിയാക്കി തരാം. ആകാശ, ഞാൻ ചെയ്തു പോയ തെറ്റ് തിരുത്താനുള്ള അവസരം എനിക്ക് തരണം. പ്ലീസ് ആകാശ, എന്നെ തടയരുത്. പ്ലീസ് ആകാശ, രാത്രി ചെയ്തു പോയ തെറ്റ് എനിക്ക് പ്ലീസ് ആകാശ. അതെ, എനിക്കറിയാം. എപ്പോ നോക്കിയാലും എന്റെ ചാരിത്രം പോയി, എന്റെ സീൻ ക്യാമറ പകർത്തി എന്നൊക്കെ പറഞ്ഞ ആണുങ്ങളെ വെറുതെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യല്ലേ മോളെ? എപ്പോഴേലും ആൺപിള്ളേര് എന്റെ ബോഡി കണ്ടേ, എന്റെ ചാരിത്രം പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പരാതി പറയുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാ മോളെ പെമ്പിള്ളേരിങ്ങനെ ആൺപിള്ളേരുടെ വീക്ക്നെസ്സിൽ തൊട്ട് കളിക്കുന്നത്? ചുമ്മാ തമാശക്കാ? എടാ സഞ്ജു, ഞങ്ങള് വിചാരിച്ചാൽ ഈ ലോകം തന്നെ കാൽക്കീഴിലാക്കാൻ പറ്റും. പിന്നെയല്ലേ നിങ്ങൾ ആണുങ്ങള്. തുണിയെടുത്തൊടുകടി, നിക്കറോട്ട് ഇറങ്ങിയേക്ക. ഗുരുവേ, എങ്ങനെയുണ്ട് ഈ ലൊക്കേഷൻ? എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തലയ്ക്ക് സുഖമില്ലാത്തവനെ. ഇവിടെ നിങ്ങാനും കാല് തെറ്റി വീണ പാതാളത്തിലേ പോയി വീഴുള്ളൂ. അതെയോ? ഗുരുവിന് പേടിയുണ്ടോ? പിന്നെ എന്തിനാടാ ഇത്? എന്റെ ഗിഫ്റ്റ് തിരിച്ചു തരാത്തോണ്ട് ഒരു ഷോക്ക് തരാനാ. വേണ്ടടാ. Go back. Go back. Go back. Go back എന്ന് പറയുമ്പോ വെറുതെ ചാടിക്കളിക്കുന്നോ? എന്നാ ഇങ്ങോട്ട് വാ, ഷോക്ക് തരാം. Go back. Go back. ഇനി ഞാൻ പറവിലോട്ട് പോയാൽ ഞാൻ വീണ്ടും ചത്തുപോടാ. അതെയോ? Go back. ഗുരുവേ, അങ്ങേക്കൊരു കാര്യം അറിയോ? എന്താടാ? എന്തോടാ ഇത്? ഞാൻ കമലഹാസന്റെ ഫാനാ. ഓ, അതിന് നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാടാ? ഇന്ന് ഗുരുവാ എന്റെ കമലഹാസൻ. ഞാനോ? കമോൺ, ഡാൻസിങ്. ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചാ വീട് ചത്തുപോടാ. ഡാൻസ് ചെയ്യാമേ. నాట్యం తకిట తకిట ధిమి లాస్యం నమక చమక సహజం నతత్ ప్రకృతి పాదజం నర్తనమే శివ కవచం
నటరాజ పాద సుమరజం ధిరనన ధిరనన ధిర 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 నాద వినోదము నాట్య విలాసము పరమ సుఖము పరము అభినయ వేదము సభకను వాదము సలుపు పరమ పదము ഗിഫ്റ്റ് ഗിഫ്റ്റ് വേണോടാ നിനക്ക്? ഗിഫ്റ്റ് കിട്ടിയത് Who are you? ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ല. Hey, why you give me shock? ഓ മനസ്സിലായി. നിനക്ക് വേണ്ടത് കീർത്തനവും സംഗീതവും ഒന്നും അല്ല, ഷോക്ക്. ഇനി ഈ ജന്മം ബാത്റൂമിൽ പോവാൻ പറ്റത്തില്ല. രാജബോസ് സാറിനെ കാണാൻ രണ്ടുപേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. തീപ്പന്തലിന്റെ ആരാധകരായിരിക്കും. ഇനി 2 പേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്തു പറ്റിയതാ? ആ പോയ 3 പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കേട്ടിട്ടില്ലേ? An idea can change your life.